ആരോഗ്യ സംരക്ഷണത്തിന് വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ. അത്തരമൊരു ആരോഗ്യ സംരക്ഷണ മാർഗം പിന്തുടർന്നതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് അവതാരകയായ രഞ്ജിനി ഹരിദാസ്. ഭക്ഷണം കഴിക്കാതെ 14 ദിവസമാണ് രഞ്ജിനി ഉപവാസം ഇരുന്നത്. ഉപവാസം നല്ലതല്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിലായിരുന്നു തന്റെ ഉപവാസമെന്നും രഞ്ജിനി പറയുന്നു. ഉപവാസം പൂർത്തിയായതിന് പിന്നാലെയാണ് രഞ്ജിനി തന്റെ അനുഭവം പങ്കുവച്ചത്. Hello people, so I'm finally going to break my fast and I thought I'll share this experience with you because well, it's been insane for me and after 15 days this is the first thing I'm putting into my mouth. I'll tell you what it is. So this is called like a coriander coffee, Malikapi, Chukugapi. Avante ഒരു concoction ആണ്. They have a little bit of jaggery in it. This is how they break everyone's fast. ഇതാണ് ആദ്യമായിട്ട് പുതിയതായ ഒരു സാധനം നമുക്ക് കിട്ടുന്നത് apart from water and all the other waters. 14 ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ അവസാനമായിരിക്കുന്നു. എങ്ങനെ തോന്നുന്നുവെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു ശൂന്യത, ഒരു പുതിയ ക്യാൻവാസ് പോലെ, ജീവിതം വീണ്ടും തുടങ്ങാൻ പോകുന്നത് പോലെ. എനിക്ക് ഫ്രഷായും ക്ലീനായും തോന്നുന്നു. കടുത്ത വിശപ്പുണ്ട്, ഇപ്പോൾ കൂടുതലുണ്ട്. മറ്റൊരു ചോദ്യം, എനിക്ക് എത്ര കിലോ കുറഞ്ഞെന്നാണ്. ഉപവാസം ഭാരം കുറയ്ക്കാനുള്ള ഡയറ്റോ ആരോഗ്യകരമായ രീതിയോ അല്ല. അതിനാൽ ജല ഉപവാസത്തിലൂടെ ഭാരം കുറയ്ക്കാമെന്ന് ആവേശം കൊള്ളരുത്. തീർച്ചയായും ഭാരം കുറയും, പക്ഷേ അതിൻ്റെ മഹത്തായ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഈ മനോഹരമായ വെല്ലുവിളി നിറഞ്ഞ യാത്ര ആരംഭിക്കുക. 14 ദിവസത്തിനുള്ളിൽ 4 കിലോ ഭാരം എനിക്ക് കുറഞ്ഞു. മിക്ക ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധികം കുറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ വെയിറ്റ് ഗോളിന് അടുത്തെത്തി. വരുന്നയാഴ്ചയും പഴങ്ങളും പച്ചക്കറികളുമാണ് കഴിക്കേണ്ടത്. പിന്നീട് പതിയെ ഡയറ്റിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും. ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി. വെള്ളവും അവശ്യ ധാതുക്കളും നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, അത്ഭുതകരമായ, മാന്ത്രികമായ അനുഭവമാണ്. ഈ 42-ാം വയസ്സിൽ ജല ഉപവാസത്തെ പോലെ മറ്റൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. 2 ആഴ്ചത്തെ ജല ഉപവാസം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നു.